മനസ്സിൽ നിന്നൊരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോയതുപോലെ തോന്നുക സിദ്ധു. നന്ദൻ ഇങ്ങനെ വ്യക്തമായൊരു ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ മൂകത പിടിച്ചിരിക്കുന്നത് കാണുമ്പോ വല്ലാത്തൊരു നീറ്റലായിരുന്നു. കാശിനിപ്പോ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും ഒരു ജോലി വേണ്ടേ? ചെറുപ്പക്കാരനല്ലേ, ഊർജമൊക്കെ ചോർന്നുപോയി ഒരു ഉറക്കം തൂങ്ങുന്ന രീതിയിലായിപ്പോയി ഒരു ഘട്ടത്തിലവൻ. ഇപ്പൊ ഒക്കെ മാറി. ഞാനും ഗവിനെ വിളിക്കാം, ഒരു താങ്ക്സ് പറയണം. അത് വേണം സിദ്ധു. നന്ദന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ടോന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. സിദ്ധു കണ്ടിട്ടുണ്ട്. നല്ല പയ്യനാ, ആത്മാർത്ഥതയുള്ളവൻ. അങ്ങനെ ഒരാളുമായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോ പേടിക്കണ്ട. എന്തായാലും താൻ പറഞ്ഞതുപോലെ മനസ്സൊന്ന് ശാന്തമായി. ദേവിയേക്കും സമാധാനമായി കാണും. ഇന്റർവ്യൂവിലൊക്കെ MLA യുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വരുമ്പോ അറിയാതെങ്കിലും നീ ഒരു വിഷമം തോന്നണ്ടല്ലോ. അതെ, അത് സത്യം. ഭർത്താക്കന്മാരുടെ ഒരു അന്തസ് ഏത് ഭാര്യയ്ക്കും പ്രധാനോ? ആണോ? അങ്ങനെയാണോ? പിന്നെ സിദ്ധു ബുദ്ധിമുട്ടിലായിരുന്നപ്പോ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഏതായാലും ദേവികയ്ക്കും നന്ദനും സന്തോഷമുള്ളൊരു ജീവിതം കിട്ടി. നാളെ ചന്ദ്രമതിയോടൊപ്പം അന്നദാനത്തിന് അമ്പലത്തിൽ പോകുമ്പോ ദേവികയ്ക്കും നന്ദനും വേണ്ടി എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യണം. നന്ദന് ജോലി കിട്ടാൻ അല്പം താമസിച്ചെന്ന വിഷമം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ചന്ദ്രമതിയുടെ ദുഃഖം എത്ര വലുതാ. പാവം, മകളും ഭർത്താവും പോയില്ലേ. ഇപ്പോഴും നല്ല മനസ്സോടെ ജീവിക്കുന്ന ചന്ദ്രമതിയെ കാണുമ്പോ അഭിമാനം എനിക്ക്. അങ്ങനെ ആവണം ഒരു പെണ്ണ്. കഴിക്കെത്തുമല്ലോ? ഇല്ലില്ല, ഉച്ചയ്ക്ക് കഴിക്കാൻ വരില്ല. സംഘടനകളുടെ പ്രോഗ്രാം കഴിഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ട്. അടുത്ത ആഴ്ച അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക. സ്വാഗത സംഘത്തിന്റെ ചുമതല എനിക്കാ. ഇന്നത്തെ സമ്മേളനത്തെ കുറിച്ച് പത്രത്തിലൊക്കെ നല്ല വാർത്തയാണല്ലോ ഗിരി. സമ്മേളനം എന്ന് പറയണ്ടമ്മേ, വ്യത്യസ്ത സംഘടനകളുടെ ആശയ സംവാദം എന്ന് പറയുന്നതായിരിക്കും ശരി. അതെ, അമ്മായിയച്ഛനും മരുമകനൊന്ന് ഏറ്റുമുട്ടും. എന്നുവെച്ചാ? ഞാനൊരു തമാശ പറഞ്ഞതാ. സിദ്ധാർത്ഥൻ സാർ നേതൃത്വം നൽകുന്ന BDF-ന്റെ അധ്യാപക സംഘടനയാണല്ലോ ഞങ്ങൾ KDF-കാരുടെ പ്രധാന എതിരാളി. ഞങ്ങളുടെ ആശയ സംവാദമായിരിക്കും സദസ്സ് കാത്തിരിക്കുന്നത്. നിങ്ങൾ അധ്യാപകർക്കിടയിൽ എന്തിനാ വേറെ വേറെ സംഘടനകള്? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാ പോരെ? ആശയങ്ങളിൽ നിന്ന് സംഘടനകൾ രൂപപ്പെടുന്നത്, അല്ലാതെ മനഃപൂർവ്വം പുതിയ സംഘടനകൾ രൂപീകരിക്കുന്നതല്ല. അതുമല്ല, ഒന്നിലധികം പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുമ്പോൾ ആരോഗ്യപരമായ ഒരു മത്സരം ഉണ്ടാവും. നല്ല മത്സരത്തിൽ നിന്ന് പുതിയ കാര്യങ്ങൾ കിട്ടും. പണ്ട് റഷ്യ അമേരിക്കയും തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു. ആരാണ് ശക്തരെന്ന് തെളിയിക്കാൻ. അവർ നടത്തിയ മത്സരമാ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത്. ശരി ശരി, എന്നാ നിന്ന് താമസിക്കണ്ട, പോയി ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് വാ. ഗിരി, ഇന്ന് മീരയുടെ ഓർമ്മ ദിനോ? ആണോ? അമ്മയും ചന്ദ്രമതി ആന്റിയും കൂടി അമ്പലത്തില് അന്നദാനം നടത്താൻ പോകുന്നുണ്ട്. പാവം, ഈ വീട്ടിൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുന്നത് കണ്ണീന്ന് മായുന്നില്ല. അമ്മേ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. മീര ഇവിടെ വന്നത് പറഞ്ഞു വരുമ്പോ അകത്ത് ജയിലിൽ കഴിയുന്ന ആങ്ങളുടെ മോനെ കുറിച്ചുകൂടെ പറയേണ്ടി വരും. പ്രകാശ് മേനോൻ. ശരി, ഞാൻ ഇറങ്ങാം.